എവറസ്റ്റ് കീഴടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഹൃദയം കീഴടക്കാനായിട്ട്. ഒരിക്കല് ഒരു ഗുരുവിന്റെ വീട്ടിൽ ഒരു കള്ളൻ മോഷ്ടിക്കാനായിട്ട് കയറി. അവൻ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉണർന്നു. അദ്ദേഹം അവനെ തടഞ്ഞില്ലെന്ന് മാത്രമല്ല, അവനെ സഹായിക്കാൻ തുടങ്ങി. ആ കള്ളൻ ഒരു പൊട്ടിയ പാത്രം എടുത്തപ്പോൾ പറഞ്ഞു, എടോ അത് പൊട്ടിയതാണ്, ഞാൻ നിനക്ക് നല്ലതെടുത്ത് തരാം. നല്ല പാത്രം എടുത്തു കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള അത്യാവശ്യം വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും അവന് എടുക്കാതെ തന്നെ അദ്ദേഹം തന്നെ എടുത്തു കൊടുത്ത് അവനെ യാത്രയാക്കി. അദ്ദേഹം സന്തോഷത്തോടുകൂടി, ആ കള്ളൻ സന്തോഷത്തോടുകൂടി അവിടുന്ന് യാത്രയാവാണ്. പോകുന്ന വഴിക്ക് അവനെ പോലീസ് പിടിച്ചു. പോലീസ് ഉടനെ തന്നെ ഗുരുവിനെ വിളിപ്പിച്ചു. ഗുരു അവിടേക്ക് എത്തി. ഗുരു പറഞ്ഞു, ഇവനെ നിങ്ങൾ ജയിലിൽ അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇവൻ ഇതൊന്നും എന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതല്ല, ഞാൻ ഇവന് സമ്മാനമായി നൽകിയതാണ്. പോലീസുകാർ അവനെ മോചിപ്പിച്ചു. പക്ഷെ അവനെ മോചിപ്പിച്ചിട്ടും അവൻ വീട്ടിലേക്ക് പോകാൻ തയ്യാറായില്ല. അവൻ ഗുരുവിന്റെ പിന്നാലെ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഗുരു ചോദിച്ചു, നീ എന്തിനാ എന്റെ പിന്നാലെ വരുന്നേ? ഇനി നീ ഇപ്പൊ എന്റെ പിന്നാലെ വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ, എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു. ഇനി നീ കുറച്ചു നാൾ കഴിഞ്ഞു വാ, അപ്പോ ഞാൻ നിനക്ക് എന്തെങ്കിലുമൊക്കെ തരാം. ഉടനെ തന്നെ ആ കള്ളൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എവിടേക്ക് പോകും? അങ്ങ് എന്നെയല്ലേ കൊള്ളയടിച്ചത്? അങ്ങ് എന്റെ ഹൃദയം കവർന്നെടുത്തിരിക്കുന്നു. ആയതിനാൽ ഞാൻ അങ്ങയുടെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നു. അതെ, ചിലപ്പോൾ നിയമങ്ങൾ കൊണ്ട് തിരുത്താൻ കഴിയാത്തത് നന്മ കൊണ്ട് തിരുത്താൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എവറസ്റ്റ് കീഴടക്കാൻ പിന്നെയും എളുപ്പമാണ്, പക്ഷേ ഹൃദയങ്ങൾ കീഴടക്കാനാണ് കൂടുതൽ ബുദ്ധിമുട്ട്. മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ കീഴടക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം.